അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലുള്ള ഒരു ചെറിയ ദേവാലയം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക തീർത്ഥാടകരുടെ പ്രധാന കേന്ദ്രമായി മാറുകയാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി രക്തസാക്ഷിത്വം വരിച്ച പോളിഷ് വിശുദ്ധനായ ആൻഡ്രൂ ബൊബോളയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഡ്യൂഡ്ലെയിലെ നാഷണൽ ഷ്രൈൻ ഓഫ് സെന്റ് ആൻഡ്രൂ ബൊബോളയിലാണ് ഇപ്പോൾ അത്ഭുതകരമായ രോഗശാന്തികളും പ്രാർത്ഥനാ ഫലങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. 1954 ഒരു മിഷൻ പള്ളിയായി സ്ഥാപിതമായ ഈ ദേവാലയം കഴിഞ്ഞ വർഷമാണ് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെട്ടത്. അമേരിക്കയിൽ വിശുദ്ധ ആൻഡ്രൂ ബൊബോളയുടെ നാമധേയത്തിലുള്ള ഏക തീർത്ഥാടന കേന്ദ്രമാണിത്. തീർത്ഥാടന കേന്ദ്രമായി സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെ ഇവിടെ 3 വലിയ അത്ഭുതങ്ങൾ നടന്നതായി ഷ്രൈൻ റെക്ടർ ഫാദർ ക്രിസ്റ്റോഫ് കോർസ് വെളിപ്പെടുത്തി. വത്തിക്കാൻ മാധ്യമമായ EWTന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. ഈ കേന്ദ്രത്തിന്റെ സമർപ്പണത്തിനു ശേഷം ഇവിടെ എത്തി പ്രാർത്ഥിച്ച ചിലർക്ക് മാരകമായ ക്യാൻസർ രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചു. ഈ സംഭവങ്ങളെക്കുറിച്ച് നിലവിൽ ഔദ്യോഗികമായ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഓർമ്മിപ്പിക്കുവാനും വിശുദ്ധിയിലേക്കുള്ള വിളി നമ്മെ ബോധ്യപ്പെടുത്തുവാനുമായി വിശുദ്ധൻ ഇനിയും വലിയ അടയാളങ്ങൾ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 17-ാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഈശോസഭ വൈദികനായിരുന്നു ആൻഡ്രൂ ബൊബോള. സഭയിൽ നിന്ന് അകന്നുപോയവരെ തിരികെ കൊണ്ടുവരുന്നതിലും ക്രിസ്ത്യാനികൾക്കിടയിൽ ഐക്യമുണ്ടാക്കുന്നതിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ അക്കാലത്തെ കൊസാക്സുകളുടെ കടുത്ത എതിർപ്പിന് കാരണമായി. 1657 ആഭ്യന്തര കലാപത്തിനിടയിൽ കൊസാക്കുകൾ ഫാദർ ആൻഡ്രൂവിനെ തടവിലാക്കുകയും കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഞാനൊരു കത്തോലിക്ക വൈദികനാണ്. ഈ സഭയിലാണ് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ഈ സഭയിൽ തന്നെ മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസം കാത്തുസൂക്ഷിച്ചു. ഒടുവിൽ അവർ അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തി. കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഘം നടത്തിയ പഠനമനുസരിച്ച് സഭാചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിച്ച വിശുദ്ധനാണ് ആൻഡ്രൂ ബൊബോള. വടക്കേ അമേരിക്കൻ രക്തസാക്ഷികളെക്കാൾ ക്രൂരമായ പീഡനങ്ങളാണ് അദ്ദേഹം സഹിച്ചതെന്ന് പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ ഫാദർ മിച്ച് പക്വ സാക്ഷ്യപ്പെടുത്തുന്നു. സെമിനാരി പഠനകാലത്ത് അച്ചടക്കമില്ലാത്ത ഒരു പ്രശ്നക്കാരനായിരുന്നു ആൻഡ്രൂ ബൊബോള എന്ന് ഫാദർ കോസ് പറയുന്നു. അന്നത്തെ റെക്ടർ അദ്ദേഹത്തെ സെമിനാരിയിൽ നിന്ന് പുറത്താക്കാൻ വരെ തീരുമാനിച്ചിരുന്നു. എന്നാൽ അവസാനമായി ഒരു അവസരം കൂടി ചോദിച്ച ആൻഡ്രൂ ചാപ്പലിൽ ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തി തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു. ആ ആരാധനയാണ് അദ്ദേഹത്തെ പിൽക്കാലത്ത് സഭയിലെ ഏറ്റവും വലിയ രക്തസാക്ഷിയാക്കി മാറ്റിയത്. പീഡനങ്ങൾ വർദ്ധിച്ചുവെന്ന ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ വിശുദ്ധ ആൻഡ്രൂവിന്റെ ജീവിത സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ആത്മീയ ലോകം വിലയിരുത്തുന്നു.